ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള KCBC പ്രോ-ലൈഫ് സംസ്ഥാന സമിതിയുടെ ജീവസംരക്ഷണ സന്ദേശയാത്ര കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴേ എൻ്റെ അപ്പൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ 12 ദിവസം ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ദൈവം ഒരുക്കുകയാണ്. ഈ ലോകത്തിൽ ദൈവം ചെയ്ത 2 അത്ഭുതങ്ങളാണ്. ഒന്ന്, ദാമ്പത്യത്തിലൂടെ ജീവനെ നൽകാൻ ഭാര്യ ഭർത്താക്കന്മാരെ അനുഗ്രഹിച്ചു. പൗരോഹിത്യത്തിലൂടെ തൻ്റെ അപ്പത്തിലും തൻ്റെ രക്തത്തിലും സ്വന്തം ശരീരരക്തങ്ങൾ നൽകാൻ ദൈവം നമ്മെ അനുവദിച്ചു. ഈ 2 വലിയ കൃപകൾ സഭ തുടരുന്നതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജീവന്റെ സമൃദ്ധിക്ക് വേണ്ടി നടത്തിയ പരിശ്രമം സത്യത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ കർത്താവ് നമുക്ക് നൽകിയ വലിയ ദൗത്യത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഇതിൽ വലിയൊരു സുവിശേഷ പ്രഘോഷണം ഇല്ലെന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്. എന്റെ മാതാപിതാക്കൾ ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ മനോഭാവപ്രകാരം 2 കുട്ടികൾ മതിയെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ 10ാമത്തെ കുഞ്ഞായി ജനിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുകയില്ലായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർച്ച് ഫോർ കേരള ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ്. KCBC പ്രോ-ലൈഫ് സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യാത്രയുടെ ജനറൽ ക്യാപ്റ്റനുമായ ജെയിംസ് ആഴ്ചങ്ങാടൻ, സിറോ മലബാർ സഭയുടെ പ്രോ-ലൈഫ് അപ്പോസ്റ്റലേറ്റിന്റെയും എക്സിക്യൂട്ടീവ് സെക്രട്ടറിയും KCBC പ്രോ-ലൈഫ് സമിതിയുടെ ആനിമേറ്ററുമായ സാബു ജോസ് എന്നിവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, KCBC പ്രോ-ലൈഫ് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ C. എബ്രഹാം, സെക്രട്ടറി ജസ്ലിൻ ജോ, ആനിമേറ്റർ സിസ്റ്റർ മേരി ജോർജ്, വൈസ് ക്യാപ്റ്റൻ മാർട്ടിൻ ന്യൂനസ്, കൂരിയ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ജോയ്സ് മുക്കുടം ജീവവിസ്മയ മാജിക് അവതരിപ്പിച്ചു. ആഗസ്റ്റ് 10-ന് തൃശൂരിൽ ദേശീയ തലത്തിലുള്ള പ്രോ-ലൈഫ് മഹാറാലിയും സമ്മേളനവും നടക്കും. ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം എന്നതാണ് മാർച്ച് ഫോർ ലൈഫിന്റെ മുഖ്യ സന്ദേശം. ജീവസംരക്ഷണ സന്ദേശയാത്ര മൗണ്ടിലെത്തിയിരിക്കുകയാണ്. സിറോ മലബാർ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ടെക്നിക്കലായിട്ട് ഇത് തുടങ്ങിയത് ജൂൺ മാസം 6-ാം തീയതി KCBC സമ്മേളന വേദിയിൽ വെച്ച് KCBC പ്രസിഡന്റ് അത്യുന്നത കർദിനാൾ ക്ലീമിസ് ബാവ ഞങ്ങളുടെ പോസ്റ്റർ സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ പിതാവും അധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മാസം 2-ാം തീയതി കാഞ്ഞങ്ങാട് തുടങ്ങി, കാസർഗോഡ് ജില്ലയിൽ. അത് സമാപിക്കുന്നത് 18-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ്. അന്ന് KCBC പ്രസിഡൻ്റാണ് സമാപന സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത്. തുടക്കം പാമ്പ്ലാനി പിതാവാണ് ഞങ്ങളെ ആശീർവദിച്ച് വിട്ടത്. സഭയുടെ തന്നെ ഔപചാരികമായ ബോഡി കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്ക് വേണ്ടി ഞങ്ങൾ ആളുകൾ ഇന്ന് തെരുവിലൂടെ നടക്കുന്നു. പ്രതീക്ഷിക്കുന്നത് ഒരു 300 സെൻറ്ററുകളെങ്കിലും 14 ജില്ലകളിലായി 32 രൂപതകളിലൂടെ വഴികളിലടക്കം ഞങ്ങൾ ഒരു പ്രചരണം നടത്തുന്നു. അത് ജീവൻ്റെ സന്ദേശത്തിന് വേണ്ടിയാണ്. ജീവൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ലക്ഷ്യം. മനുഷ്യജീവൻ എന്നത് അതിൻ്റെ ആരംഭം മുതൽ സ്വാഭാവികമായ അന്ത്യം വരെ വിലപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കുന്നു, മറന്നു പോകരുതെന്ന് പറയുന്നു. ഒരു സഭയുടെ ആസ്ഥാനത്ത് നിൽക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അടക്കം കർദിനാൾ ആലഞ്ചേരി പിതാവ് അടക്കം ഞങ്ങളെ ആശീർവദിച്ച് വിടുമ്പോൾ ഞങ്ങളുടെ വാണിയപ്പുരയ്ക്കൽ പിതാവ് ഞങ്ങളുടെ തന്നെ വൈസ് ചെയർമാനായിരുന്നു, കൂരിയ ബിഷപ്പ്, എല്ലാ പിതാക്കന്മാരുടെയും സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ ആശീർവാദം അപേക്ഷിച്ചിട്ട് അവർ ഞങ്ങളെ ആശീർവദിച്ച് വിടുന്നു. ഇതൊരു തുടർച്ചയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു ജീവ സന്ദേശ യാത്ര. ഞാൻ ജസ്ലിൻ ജോമോൻ, KCBC സംസ്ഥാന പ്രോ-ലൈഫ് സമിതിയുടെ സെക്രട്ടറിയാണ്. ഈ ഒരു യാത്രയുടെ ഭാഗമായി ഈ ജീവകാരുണ്യ സന്ദേശയാത്ര കേരളത്തിലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഈ ഒരു യാത്രയിൽ ഇവരോടൊപ്പം ഇന്ന് ഞാൻ എറണാകുളത്ത് വെച്ച് ഇവരുടെ കൂടെ ഞാൻ ചേർന്നിരിക്കുന്നു. എൻ്റെ ടീം അംഗങ്ങൾ കുറേ ദിവസങ്ങളായി യാത്രയിലാണ്. ഞാൻ 9 മക്കളുടെ അമ്മയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവരുടെ കൂടെ ആയിരിക്കുന്നു. എൻ്റെ നാട്ടിലെത്തിയപ്പോൾ ജീവനെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, ശുശ്രൂഷിക്കുക, ബഹുമാനിക്കുക.
എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ ഒരു സന്ദേശം എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നൽകിയ ഒരു പ്രചോദനമാണ് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും തെരുവുകളിലും സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലുമെല്ലാം ചെന്നുകൊണ്ട് ഈ ഒരു സന്ദേശം, ജീവൻ്റെ സന്ദേശം എല്ലാവർക്കും കൊടുക്കുവാനായി ഇറങ്ങിത്തിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രേരിപ്പിച്ചത്. അതിനോട് കൂട്ടുചേരാനും ആ ഒരു ചിന്തകളിലേക്ക് വന്നുകൊണ്ട് ആ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ദൈവരാജ്യം വളരാനും ജീവൻ്റെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലും സമൂഹത്തിലും സഭയിലും വളരാനും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.